കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ കേസെടുക്കാൻ മടിച്ച് പോലീസ്. കേസെടുക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദം എന്നാണ് സൂചന. നിലവിൽ ഉമേഷ് അവധിയിലാണ്. CI ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലായിരുന്നു ഈ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉണ്ടായത്. എന്തായാലും അതിന്മേലൊരു തുടർ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് അതിൽ മടിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണോ അനുമാനിക്കേണ്ടത്? രാഷ്ട്രീയ സമ്മർദ്ദമാണോ ഇതിന് പിന്നിലെ കാരണം? രോഹിണി, അനാശാസ്യത്തിന് കസ്റ്റഡിയിലെടുത്ത യുവതിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത കേസിൽ ഡിവൈഎസ്പി ആയിരുന്ന ഉമേഷിനെതിരെ നിലവിൽ വകുപ്പുതല നടപടിയിൽ മാത്രമാണ് ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഉമേഷിനെതിരെ വകുപ്പുതല നടപടി സസ്പെൻഷൻ മാത്രമായി ഒതുക്കിയിരിക്കുന്നത്. എന്നാൽ ഭരണപക്ഷത്തുള്ള നേതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി മാത്രമായി ഒതുക്കുകയും തുടർന്ന് ഈ ഒരു കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സേനയിൽ നിന്ന് മാത്രം ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അന്വേഷണ സംഘം, അതായത് CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെയാണ് ഡിവൈഎസ്പി കൂടിയായ A ഉമേഷ് ഇത്തരത്തിൽ ഒരു ബലാത്സംഗം നടത്തിയ കാര്യം ഈ അന്വേഷണ സംഘം അറിയുന്നത്. അതായത് ആത്മഹത്യാ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അറിയുന്നത്. തുടർന്ന് യുവതിയെ കണ്ടെത്തുകയും യുവതിയിൽ നിന്ന് തുടക്കത്തിൽ തന്നെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് വകുപ്പുതല റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. വകുപ്പുതല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം A ഉമേഷിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിൽ പ്രധാനമായി പറയുന്ന ഒരു കോഗ്നിസബിൾ ഒഫൻസ് കൂടിയുണ്ട്. പ്രധാനമായും ഈ യുവതിയുടെ മൊഴി നിലനിൽക്കുന്നുണ്ട്. ആ യുവതിയുടെ മൊഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുവതിയുടെ പരാതി പോലും കൂടാതെ കേസെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലീസിനകത്ത് നിന്ന് പോലും ഇത്തരത്തിൽ ഈ വകുപ്പ് പോലും മറന്നുകൊണ്ടുള്ള നീക്കമാണ് ഈ ഒരു നീക്കം ഈ ഉദ്യോഗസ്ഥനെതിരെ നടത്തുന്നത്. പ്രധാനമായും യുവതിയുടെ മൊഴിയുണ്ട്. പരാതി ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കേസെടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലും സ്വീകരിക്കാതെയാണ് ഇപ്പോൾ ഡിവൈഎസ്പി ഉമേഷിനെ ഒരു വകുപ്പ് തല നടപടി എന്ന പേരിൽ ഈ സസ്പെൻഷൻ മാത്രമായി A ഉമേഷിനെതിരെ ഒതുക്കിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. പ്രധാനമായും ഇദ്ദേഹം മുൻപും സർവീസിൽ, തൃശ്ശൂരിലടക്കം സർവീസിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പോലും വിജിലൻസിന്റെ അടക്കം കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അന്ന് ഉന്നത സ്വാധീനമാണ് ഉപയോഗിച്ചിരുന്നത്. കൈക്കൂലി കേസിൽ അടക്കം നിലവിൽ അന്ന് രക്ഷപ്പെട്ടത് ഭരണപക്ഷത്തുള്ള ഉന്നതരുടെ സ്വാധീനം മൂലമായിരുന്നു. പ്രധാനമായും ഈ ഒരു കേസിലും, അതായത് അനാശാസ്യത്തിന് യുവതിയെ കസ്റ്റഡിയെടുത്ത് പീഡിപ്പിച്ചതിന് ശേഷവും ആ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 4 യുവാക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയും ചെയ്തിരുന്നു. ഈ സംബന്ധിച്ച കേസ് പോലും എടുക്കാൻ ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ, ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും തന്നെ തയ്യാറായിട്ടുമില്ല. DGPയുടെ ഒരു വകുപ്പുതല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള സസ്പെൻഷനിലാണ് ഇപ്പോൾ A ഉമേഷിനെതിരെ ഒതുക്കിയിരിക്കുന്നത്. പ്രധാനമായി ഇദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ചികിത്സയിലും ഇപ്പോൾ അവധിയിലുമാണ്. രോഹിണി, ശരി. KB ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.